മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത കണ്ണപ്പ എന്ന ചിത്രം ഇന്നാണല്ലോ ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഞാൻ ഇന്ന് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നിന്നാണ് കണ്ണപ്പ എന്ന ചിത്രം കണ്ടത്. എന്തായാലും ചിത്രത്തിന് ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ടോട് കൂടിയാണ് ഞാൻ സിനിമ കാണാൻ പോയതെങ്കിലും സിനിമ തിയേറ്ററിൽ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മോശമല്ലാത്ത തിരക്കുണ്ടായിരുന്നു സിനിമയ്ക്ക്. മോഹൻ ബാബുവാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. ചിത്രത്തിൽ നായകനായി അഭിനയിക്കുന്ന വിഷ്ണു മഞ്ജു തന്നെയാണ് കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഈ മോഹൻ ബാബു എന്ന് പറയുന്നത് വിഷ്ണു മഞ്ജുവിൻ്റെ അച്ഛനാണ്. വിഷ്ണു മഞ്ജുവിൻ്റെ പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടു. സിനിമയിൽ നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വിഷ്ണു മഞ്ജു എന്ന നായകനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് സിനിമ തുടങ്ങുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നീട് സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അദ്ദേഹവുമായി താരതമ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നായികയായി വന്ന നായിക കഥാപാത്രം ചെയ്ത പ്രീതി മുകുന്ദൻ മോശമല്ലാത്ത പെർഫോമൻസാണ്. എന്തായാലും ഇവരുടെ ഈ വിഷ്ണു മഞ്ജു ചെയ്ത ക്യാരക്ടറും ഈ പ്രീതി മുകുന്ദൻ ചെയ്ത ക്യാരക്ടറും വരുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വന്നത് ബാഹുബലിയാണ്. ബാഹുബലിയിൽ ഈ പ്രഭാസും തമന്നയും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഒരു പ്രണയത്തിൻ്റെ കെമിസ്ട്രി. ആ പ്രണയത്തിൻ്റെ കെമിസ്ട്രി ഇതിലും അതിഗംഭീരമായി തന്നെ സംവിധായകൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണ് ഈ പ്രണയത്തിൻ്റെ കൂടുതൽ ഉൾത്തലങ്ങളിലേക്ക് കടന്നു പോകുന്നത് എന്ന് മാത്രം. സിനിമയുടെ തുടക്കം തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചതിൽ ഒരു പുരാണ കഥ പറയുന്ന സിനിമയാണെങ്കിൽ കൂടി ആ സിനിമയുടെ കൂടെ തന്നെ സിനിമയുടെ കച്ചവടത്തിന് ആവശ്യമായ പ്രണയവും അതിൻ്റെ കൂടെ ചില ഗാനങ്ങളുമൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ സിനിമ പ്യുവർലി ഒരു പുരാണ കഥ മാത്രം പറയുകയാണെങ്കിൽ സിനിമയുടെ കച്ചവടത്തിനെ അത് കാര്യമായി ബാധിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ കുറച്ച് കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള യങ്സ്റ്റേഴ്സിനെയും കൂടെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയുള്ള ചില സാധന സാമഗ്രികൾ ഈ സിനിമയിലേക്ക് വെച്ചത്. എന്തായാലും ഇതിൽ വിഷ്ണു മഞ്ജുവും ഈ നായികയും തമ്മിൽ എപ്പോഴും കണ്ടുമുട്ടുമ്പോഴെല്ലാം ഒരു പ്രണയത്തിൻ്റെ ഒരു തീവ്രത ആ ഡയലോഗുകളിലൂടെ പ്രേക്ഷകരിലേക്ക് പകരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ബാഹുബലിയിലെ പ്രഭാസിനെയും തമന്നയാണ് ഓർമ്മ വന്നത്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെക്കുറിച്ചും സംഗീതത്തിനെക്കുറിച്ചും, അതായത് പാട്ടുകളുടെ സംഗീതത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റീഫൻ ദേവസിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും പാട്ടുകളോ നമ്മളൊന്നും ഒരുപാട് കേൾക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു പ്രത്യേകത ഉള്ളതായി, പലപ്പോഴും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉള്ളതായി എനിക്ക് തോന്നി. അതുപോലെ ഗാനങ്ങളിലൊക്കെ നല്ല രീതിയിലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഗാനങ്ങളാണ്. ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും ഒരു ശിവനെക്കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് സ്റ്റീഫൻ ദേവസി അദ്ദേഹത്തിൻ്റെ പാർട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ സിനിമ ന്യൂസിലാൻഡിലൊക്കെ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ സിനിമയുടെ ദൃശ്യഭംഗി അത് വളരെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നല്ല വിഷ്വൽസ്, കണ്ടിരിക്കാൻ സുഖമുള്ള വിഷ്വൽസും ഒക്കെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ. പിന്നെ ഈ കണ്ണപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു അമർചിത്ര കഥയുണ്ടായിരുന്നു. അതിൽ ഈ അമർചിത്ര കഥയിൽ എല്ലാ ആഴ്ചയും ഓരോരോ വലിയ മഹാരഥന്മാരെക്കുറിച്ചും പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഓരോരോ കഥകൾ വരും. അതിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഭക്ത കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അന്ന് നമ്മൾ കൊച്ചു കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു വിഷ്വൽ രൂപം കൊള്ളുകയും അതൊരു ഉള്ളിലൊരു സിനിമ പോലെയായി തിരികെയൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൂമ്പാറ്റയിൽ വായിച്ച ആ അമർചിത്രകഥയിൽ വായിച്ച ആ കണ്ണപ്പയുടെ കഥ വിഷ്വലായി കണ്ടപ്പോൾ പഴയ കാലത്തിലേക്ക് ഒരു മാത്ര പോയതുപോലെയും എനിക്ക് തോന്നി. പിന്നെ ഈ മറ്റു നടന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭാസിൻ്റെ റോളായാലും അക്ഷയ് കുമാറിൻ്റെ റോളായാലും എല്ലാം ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു ഫോർമുലയ്ക്കുള്ളിൽ വരുന്ന ഒരു സിനിമയായിരുന്നു ഈ സിനിമ. ഇപ്പോൾ ഒരു പുഷ്പ 2 പോലെയോ അല്ലെങ്കിൽ ഒരു KGF പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. അതേസമയത്ത് ഭക്തി ഉള്ളിലുള്ളവർക്ക് അല്ലെങ്കിൽ ശിവനെ ആരാധിക്കുന്നവർക്ക് ഒക്കെ ഈ സിനിമ കാണുമ്പോൾ എന്തായാലും അവർ ഒരു ഭക്തിയുടെ പാരമ്യതയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ അവസാനമൊക്കെ എത്തുമ്പോൾ കുറച്ച് ലോക സത്യങ്ങളെക്കുറിച്ചും ജീവിതമെന്ന സത്യത്തിനെക്കുറിച്ചും ഒക്കെ കുറേ ഡയലോഗുകളൊക്കെ ഇതിനകത്തുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്ക് തോന്നും അയ്യോ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്ത് കാര്യം. പക്ഷേ എനിക്കത് കണ്ടൻറ് വൈസായിട്ട് നോക്കുമ്പോൾ നല്ല ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന, അതായത് സിനിമയിൽ നല്ല
കുറേ ജീവിത സത്യങ്ങൾ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ ആ സിനിമയുടെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തരുന്ന, പ്രണയത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേ ഡയലോഗുകൾ എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെ ഡയലോഗുകൾ കൺസീവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബസമേതം കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് കണ്ണപ്പ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു പുഷ്പ 2 KGF പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകരുത്. പിന്നെ മോഹൻലാലിനെയും അക്ഷയകുമാറിനെയും പ്രഭാസിനെയും എല്ലാവരെയും ശരത് കുമാറിനെയൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് സിനിമ ആസ്വദിച്ച് വരാമെന്നുള്ള രീതിയിൽ മാത്രമേ ഈ സിനിമയ്ക്ക് പോകാവൂ. ഒരിക്കലും ഭയങ്കര ഒരു അടിച്ചുപൊളി സിനിമയായിട്ട് ഇതിനെ കാണുകയും ചെയ്യരുത്. ഇതൊരു ഒരു ഡിവോഷണൽ ടച്ചുള്ള, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും പ്രദർശിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യൂ ഉള്ളവർ മാത്രം ഈ സിനിമയ്ക്ക് പോവുക, എങ്കിൽ അവർക്ക് ഈ സിനിമ തീർച്ചയായും ആസ്വദിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.